Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പ്രിന്ററായ Canon Pixma G3060 എന്ന പ്രിന്ററിൽ എങ്ങനെ ഹെഡ് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഹെഡ് ഇൻസേർട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ സ്വയം ചെയ്യാതെ നിങ്ങൾ അടുത്തുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലെ ആളുമായിട്ട് ബന്ധപ്പെട്ട് അവർ വന്നുകൊണ്ട് ഇത് സർവീസ് ചെയ്തു തരുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റെന്തെങ്കിലും റോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് മാത്രമല്ല ബോർഡ് വരെ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഈ നീല ടോപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഹെഡ് ആളുകൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് പുതിയ പ്രിൻ്ററാണ് സെൻറ്ററിൽ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് റൈറ്റ് സൈഡിൽ അവിടെ ലോക്കഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും CB എന്ന് എഴുതിയിട്ടുണ്ടാവും. സിക്ക് കളർന്നും ബിക്ക് ബ്ലാക്കും എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കളർ ഹെഡ് എടുത്തു. അതിൻ്റെ പാക്കിൽ നിന്ന് പുറത്തോട്ടെടുത്ത സമയത്ത് ഈ രണ്ട് ഓറഞ്ച് ടാപ്പുകൾ നിർബന്ധമായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു പോർഷനിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ C അതേപോലെ നിന്നു, കളർ ഹെഡാണത്, അത് അതേപോലെ ഞാൻ അവിടെ ഇൻസേർട്ട് ചെയ്തു കറക്റ്റ്ലി. ഇനി നെക്സ്റ്റ് വരുന്നത് B ആണ്. B പറഞ്ഞാൽ ബ്ലാക്ക് ഹെഡാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്തു. അതിലും നമുക്ക് ഈ ഓറഞ്ച് ടാപ്പുകൾ കാണാൻ സാധിക്കും. അത് റിമൂവ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിയുന്നത് നിങ്ങളത് ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ആ ഓറഞ്ച് ടാപ്പ് ഞാൻ റിമൂവ് ചെയ്തു. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ ഇത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ക്യാരേജ് ലോക്ക് ചെയ്തു. അതിൻ്റെ രണ്ട് ടോപ്പും ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഹെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.